നമ്മുടെ ആഞ്ജനേയൻ ഭക്തിയുടെ രൂപം, ശക്തിയുടെ അടയാളം, ഈശ്വര സ്നേഹത്തിന്റെ ഉച്ചകോടി. രാമ എന്ന നാമം എവിടെ മുഴങ്ങിയാലും അവിടെ കൈകൂപ്പി കണ്ണീരോടെ അദ്ദേഹം നിൽക്കും. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മഹത്വം ലോകം മുഴുവൻ അത്ഭുതപ്പെടുന്ന രീതിയിൽ വെളിപ്പെട്ടു. അത് രാമായണ യുദ്ധത്തിന്റെ അവസാന നാളുകളായിരുന്നു. യുദ്ധക്കളം കത്തിയേറിയുകയായിരുന്നു. അമ്പുകൾ മിന്നൽ പിണരുകൾ പോലെ പാഞ്ഞു. രാവണൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചിട്ടും രാമനെയും ലക്ഷ്മണനെയും തോൽപ്പിക്കാനാവാതെ വിഷമിച്ചു. അവന്റെ മനസ്സിൽ ഒരു ഇരുണ്ട ചിന്ത ഉദിച്ചു. ഇവരെ നേരിട്ട് തോൽപ്പിക്കാനാവില്ലെങ്കിൽ മായ കൊണ്ട് തോൽപ്പിക്കാം. അതിനായി അവൻ തന്റെ അനിയനായ മയിൽ രാവണനെ വിളിച്ചു. മയിൽ രാവണൻ മന്ത്രവിദ്യയിൽ അഗ്രഗണ്യനും പാതാള ലോകത്തിന്റെ അധിപനുമായിരുന്നു. ഒരു രാത്രിയിൽ യുദ്ധത്തിന്റെ നടുവിൽ ആരും അറിയാതെ മയിൽ രാവണൻ തന്റെ മായയാൽ രാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ടുപോയി പാതാള ലോകത്തെത്തിച്ചു. അവിടെ അവരെ ബലി നൽകാൻ ഒരു ക്രൂരമായ യാഗം ആരംഭിച്ചു. ഈ വാർത്ത വിഭീഷണൻ വഴി ആഞ്ജനേയൻ അറിഞ്ഞു. ഒരു നിമിഷം പോലും അദ്ദേഹം വൈകിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അഗ്നിപ്പുരികൾ, ഹൃദയത്തിൽ രാമ എന്ന നാദം. എന്റെ ഭഗവാനെ രക്ഷിക്കാതെ എനിക്ക് ഇരിക്കാനാവില്ല. അദ്ദേഹം പാതാള ലോകത്തേക്ക് കുതിച്ചു. അവിടെ എത്തിയപ്പോൾ ഒരു രഹസ്യം അദ്ദേഹം മനസ്സിലാക്കി. മയിൽ രാവണനെ നശിപ്പിക്കണമെങ്കിൽ 5 ദിശകളിൽ കത്തുന്ന 5 വിളക്കുകൾ ഒരേ സമയം അണയ്ക്കണം. ഒരു മനുഷ്യന് അത് സാധ്യമാണോ? അതൊരു അസാധ്യമായ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ആഞ്ജനേയൻ വെറുമൊരു സാധാരണക്കാരനല്ല. അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. നരസിംഹൻ, വരാഹൻ, ഗരുഡൻ, ഹയഗ്രീവൻ. ആ നിമിഷം ആ അത്ഭുതം സംഭവിച്ചു. ആഞ്ജനേയൻ 5 മുഖങ്ങളുമായി 5 ദിശകളിലേക്ക് നോക്കി നിൽക്കുന്ന പഞ്ചമുഖ ആഞ്ജനേയൻ ആയി മാറി. കിഴക്ക് ആഞ്ജനേയ മുഖം, തെക്ക് നരസിംഹ മുഖം, പടിഞ്ഞാറ് ഗരുഡ മുഖം, വടക്ക് വരാഹ മുഖം, മുകളിൽ ഹയഗ്രീവ മുഖം. അദ്ദേഹത്തിന്റെ രൂപം പ്രപഞ്ചശക്തി, അദ്ദേഹത്തിന്റെ ശബ്ദം ഇടിമുഴക്കം. ഒരേ നിമിഷം 5 മുഖങ്ങളും ഒരേ സമയം ശ്വാസം ഊതിയപ്പോൾ ആ 5 വിളക്കുകളും അണഞ്ഞു. ആ നിമിഷം തന്നെ മയിൽ രാവണൻ ശക്തി ക്ഷയിച്ചു വീണു. അവൻ നശിച്ചു. ആഞ്ജനേയൻ ഉടൻ തന്നെ രാമനെയും ലക്ഷ്മണനെയും മോചിപ്പിച്ച് അവരെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവന്നു. അന്ന് ലോകം തിരിച്ചറിഞ്ഞു ആഞ്ജനേയൻ വെറുമൊരു വാനരനല്ല എന്ന്. അദ്ദേഹം ഭക്തിയുടെ ശക്തിയാണ്, സമർപ്പണത്തിന്റെ ഉന്നതിയാണ്, ഈശ്വര സ്നേഹത്തിന്റെ രൂപമാണ്. ഇന്നും നമ്മൾ മനമുരുകി രാമ എന്ന് വിളിച്ചാൽ എവിടെയോ കൈകൂപ്പി നിന്ന് നമ്മളെ രക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.